48 വർഷങ്ങൾക്ക് മുമ്പ് മുസ്ലിം വിദ്യാഭ്യാസ രംഗത്ത് ഏറെ സംഭാവനകൾ നൽകിയ ഒരു വലിയ കലാലയത്തിൽ അലിഗഡ് മുസ്ലിം സർവകലാശാലയിൽ BA ഇംഗ്ലീഷ് പഠനത്തിന് വേണ്ടി ജോയിൻ ചെയ്യാൻ പോയ അതിലേക്കാണ് എൻ്റെ ഓർമ്മ എത്തുന്നത്. അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് സീനിയറായിട്ടുള്ള ബഷീർ അഹമ്മദ് സാറായിരുന്നു. അദ്ദേഹത്തിൻ്റെ റൂമിലാണ് ഞാൻ എൻ്റെ സമയം ചിലവഴിച്ചത്. മലയാളിയായ അദ്ദേഹത്തിൻ്റെ കൂടെ എൻ്റെ പഠനത്തിന് വേണ്ടി, പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി അലിഗഡിലേക്ക് പോകുമ്പോൾ എനിക്ക് അവിടെ ആരെയും പരിചയമുണ്ടായിരുന്നില്ല. ഒന്നാമത്തെ ദിവസം അദ്ദേഹം എന്നോട് പറഞ്ഞു, ഷംഷാദ് മാർക്കറ്റിൽ ഒരു ഹോട്ടലുണ്ട്, അവിടെ പോയിട്ട് ചായ കുടിച്ചോളൂ. ഭാഷയെക്കുറിച്ച്, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് കുറച്ചൊക്കെ അറിയാം, എന്നാൽ ഹിന്ദിയെ സംബന്ധിച്ച് യാതൊരു ധാരണയുമില്ലാതെ, ആ നാട്ടിലുള്ള ആളുകൾ സംസാരിക്കുന്ന ഭാഷയെക്കുറിച്ച് ഒന്നും അറിയാതെ ഷംഷാദ് മാർക്കറ്റിലുള്ള ഒരു ഹോട്ടലിലേക്ക്, ഹോട്ടൽ എന്നൊക്കെ നിങ്ങൾ കേൾക്കുമ്പോൾ വിചാരിക്കും വലിയ സെറ്റപ്പുള്ള ഹോട്ടലാണ്, എന്നാൽ പ്രാദേശികമായിട്ട് യാതൊരു സൗകര്യങ്ങളുമില്ലാത്ത ഒരു ഡാബയിലേക്കാണ് ഞാൻ ആദ്യമായിട്ട് പോയത്. അവിടെ ഇരുന്ന് ചായ ഓർഡർ ചെയ്യണമെങ്കിൽ എനിക്ക് സംസാരിക്കണം, പക്ഷേ സംസാരത്തിൻ്റെ ഭാഷ, പ്രത്യേകിച്ച് ഹിന്ദി എനിക്കൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ അന്ന് കാണിച്ചത് ജസ്റ്ററിൽ കൂടി, ആംഗ്യത്തിൽ കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത്, അതായത് അവിടെ എന്താണോ കൊടുത്തത് അത് എനിക്കും വേണം എന്നാണ് ഞാൻ അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. അതെൻ്റെ ജീവിതത്തിൽ എനിക്കൊരിക്കലും മറക്കാൻ സാധിക്കുകയില്ല. അതായത് ഒരുപാട് കിലോമീറ്ററുകൾ താണ്ടി എൻ്റെ വീട് എന്ന കംഫർട്ട് സോൺ, അതിൽ നിന്ന്, ആ നാട്ടിൽ നിന്ന് ഞാൻ ഒരു പുതിയ ഇടത്തേക്ക് എത്തുകയാണ്. അവിടെ ആരും എനിക്ക് പരിചയമില്ല. അവിടെ പ്രാഥമികമായിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ പോലുള്ള അറിവെനിക്കില്ല. എൻ്റെ ജീവിതത്തിൽ ഇന്നും ഞാൻ ഓർത്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയാണ്. കംഫർട്ട് സോണിനെ, നമ്മുടെ ഏറ്റവും സുഖകരമായിട്ടുള്ള ഒരവസ്ഥയെ ഭേദിക്കാതെ ഒരിക്കലും നമുക്ക് ജീവിതത്തിൽ പുരോഗതി വരിക്കാൻ സാധിക്കുകയില്ല. നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ, അവർ ഇന്ന് എല്ലാ സൗകര്യങ്ങൾക്ക് നടുവിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മക്കൾക്ക് വിദ്യാരംഭം കുറിക്കുന്ന ഈ ദിവസം പഠനോപകരണങ്ങൾ എല്ലാം നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്, വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. നല്ല ബാഗുണ്ട്, നല്ല പുസ്തകങ്ങളുണ്ട്, നല്ല കുടയുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഈ സൗകര്യങ്ങൾക്ക് നടുവിലാണ് മക്കളെ ഇന്ന് നമ്മൾ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നത്. എന്നാൽ ജീവിതത്തിൽ നേട്ടങ്ങൾ സ്വായത്തമാക്കണമെങ്കിൽ എന്തെങ്കിലും വേദനകൾ സഹിച്ചേ പറ്റൂ. ഈ മാറ്റം എന്ന് പറയുന്നത് എപ്പോഴും വേദനയുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കുട്ടികളെ പരിശീലിപ്പിക്കേണ്ടത് മാറ്റത്തിന് വേണ്ടി തയ്യാറാവുക എന്നുള്ളതാണ്. ഓരോ രക്ഷിതാവിനും ജീവിതം എന്താണ് എന്നുള്ള കൃത്യമായ ഒരു ധാരണ ഉണ്ടാവണം. മക്കളോട് ഏറ്റവും ലളിതമായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കണം. ഒരു പുതിയ കലാലയത്തിലേക്ക് കുട്ടികൾ പോകുമ്പോൾ അവർ ഏറെ പ്രതീക്ഷയിലാണ് പോകുന്നത്. സ്വാഭാവികമായിട്ടും പ്രതികൂലമായിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ആ കലാലയത്തിൽ, അത് കോളേജിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും ഉണ്ടാവും. ആ പ്രതികൂല സാഹചര്യങ്ങളെ ഓവർകം ചെയ്യാൻ, അല്ലെങ്കിൽ അഭിമുഖീകരിക്കാൻ ആവശ്യമായിട്ടുള്ള ആ ഒരു കരുത്ത്, ആ ഒരു വിശ്വാസദാർഢ്യം എന്നുള്ള ഒരു മോട്ടിവേഷൻ നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് നമ്മൾ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉൾക്കാഴ്ച അതായിരിക്കും അവരുടെ ജീവിതത്തിൽ അവരെ നയിക്കുന്നതും അവർക്ക് താങ്ങാവുന്നതും. ഓരോ രക്ഷിതാവും സ്കൂൾ തുറക്കുന്ന വേളയിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഞാൻ സൂചിപ്പിച്ചത്.